നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് ശരിക്കും ഡൈനാമിക് ആയിരിക്കണം. അല്ല മാനേജ്മെന്റ് നിങ്ങളെ റിജക്ട് ചെയ്യോ? രണ്ടാമത്തെ കാര്യം, ദ വേ യു എൻറ്റേർഡ് ഇൻ യുവർ ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ചിരിയും ചിരിച്ച് നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. അപ്പോ ഈ സോഷ്യൽ സ്റ്റഡീസ് എന്തിനാണ് അത് പഠിപ്പിക്കുന്നത്? അത് എന്ത് സബ്ജക്റ്റ് ആണ്? എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ടീച്ചറെ എനിക്ക് ഇഷ്ടമാണ്, മറ്റു കുട്ടി പറയും ടീച്ചറെ എനിക്ക് ഇഷ്ടമല്ല. സ്റ്റുഡൻസ് ലിസൺ, whenever I am going to ask the question, just raise your hands. Don't give me answers this way. വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, നോ ലീനിയൻസി, നോ സ്മൈൽ. ഈസ് ദാറ്റ് ക്ലിയർ? എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ഒരു ഡെമോ ക്ലാസ് ടിപ്സിന്റെ വീഡിയോ ആണ്. വീഡിയോ കുറച്ച് ലെങ്തി ആണ്, എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായും ഉപകാരപ്പെടും. നിങ്ങൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ഇന്റർവ്യൂവിന് ചെന്നു എന്ന് വിചാരിക്കുക. അവിടുന്ന് നിങ്ങളോട് ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റി അത് ശരിക്കും ഡൈനാമിക് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഹൈറ്റ് കുറവാണ്, അല്ലെങ്കിൽ ഹാൻസം അല്ല, ബ്യൂട്ടിഫുൾ അല്ല, കളർ കുറവാണ്, ഈ കാരണങ്ങളൊക്കെ കൊണ്ട് കുട്ടികൾ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കോ? അല്ല മാനേജ്മെന്റ് നിങ്ങളെ റിജക്ട് ചെയ്യോ? ഇല്ല, ഒരിക്കലും ഇല്ല. നിങ്ങളുടെ കളർ കുറവോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൈറ്റ് കുറവോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും, അതായത് നിങ്ങളുടെ സൗന്ദര്യ കുറവോ ഒന്നും തന്നെ നിങ്ങളുടെ ജോലി കിട്ടുന്നതിന് നിങ്ങളെ ഒരിക്കലും ബാധിക്കില്ല. പക്ഷേ നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, അതുപോലെ നിങ്ങളുടെ നടത്തം, നിങ്ങളുടെ സംസാരം, ഇതൊക്കെ തീർച്ചയായിട്ടും ബാധിക്കും. അതായത് നിങ്ങളുടെ സംസാര രീതി, കുട്ടികളുമായിട്ടുള്ള നിങ്ങളുടെ കോൺവെർസേഷൻ, നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഉള്ള നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും. നിങ്ങളുടെ നടത്തത്തിലും ഡ്രസ്സിംഗ് സ്റ്റൈലിലും ഒന്നും ഒരു കോൺഫിഡൻസ് ഇല്ലാതെയാണ് നിങ്ങൾ ക്ലാസ്സിൽ പോകുന്നതെങ്കിൽ കുട്ടികൾക്ക് ഉടനെ മനസ്സിലാവും നിങ്ങൾ വെറും ഒരു ഡെമോ ടീച്ചറാണ്. പിന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്യാനിരിക്കുന്നവർ പിറകിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ പെർമനന്റ് ടീച്ചറൊന്നുമല്ല, വെറുതെ വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്ന ഒരു ടീച്ചർ ആയിരിക്കും എന്ന ഒരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാവും. അപ്പൊ അവര് നിങ്ങളെ കളിയാക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കാനോ കിട്ടുന്ന ചാൻസ് ഒരിക്കലും കളയില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ഫസ്റ്റ് ഇംപ്രഷൻ, അല്ലെ ഫസ്റ്റ് ടൈമിൽ തന്നെ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. കുട്ടികളെ പിടിച്ചിരുത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ. രണ്ടാമത്തെ കാര്യം, ദ വേ യു എൻറ്റേർഡ് ഇൻ യുവർ ക്ലാസ്. അതായത് നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ഫുൾ കോൺഫിഡൻസോട് കൂടി വേണം ക്ലാസ്സിലേക്ക് പോകാൻ. ഉള്ളില്, അതായത് എത്ര തന്നെ നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിലും നിങ്ങളുടെ മുഖത്തുണ്ടല്ലോ തീർച്ചയായിട്ടും ഒരു നല്ല ചിരി ഉണ്ടായിരിക്കണം. അത് എന്തിനാണെന്നറിയോ? കുട്ടികളെ നിങ്ങളുടെ സബ്ജക്റ്റിലേക്ക് വെൽക്കം ചെയ്യാൻ. നിങ്ങളുടെ സബ്ജക്ട് ആദ്യമായിട്ടായിരിക്കും പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സബ്ജക്റ്റില് ഈ ആദ്യമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്ര വലിയ നോളജ് ഒന്നും ഉണ്ടാവില്ല. അവരെക്കാളും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഒരു പേടിയും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു ചിരിയും ചിരിച്ച് നിങ്ങൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ടീച്ചിങ് മെറ്റീരിയൽ നിങ്ങൾ ടേബിളിന്റെ മുകളിൽ വെക്കുക. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ കുട്ടികളോട് എന്ത് സംസാരിക്കണം? ആദ്യം തന്നെ നിങ്ങൾ കുട്ടികളോട് ഗുഡ് മോർണിംഗ് പറയുക. ഇനിയിപ്പോ നിങ്ങളൊരു സോഷ്യൽ സ്റ്റഡീസിന്റെ ടീച്ചർ ആണെന്ന് വിചാരിക്കുക. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏത് ലാംഗ്വേജിലാണ് ഡെമോ എടുക്കേണ്ടത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ തന്നെയാണ് ഡെമോ എടുക്കുക. എന്ന് വെച്ചാൽ ഡെമോ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കണം എന്നൊന്നുമില്ല. നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാവണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് മലയാളം കൂടി ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇടക്കിടക്കൊക്കെ. അതുപോലെ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് പോലെയോ അതുപോലുള്ള പ്രൊനൗൺസിയേഷനോ അതുപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമ്മൾ പറയണം. അങ്ങനെയൊന്നും ഒരു വാശിയുടെയും ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ലെസൺ പ്ലാൻ മലയാളത്തിൽ പ്രിപ്പയർ ചെയ്ത് അത് ഇംഗ്ലീഷിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചാറ്റ് GPT ഉണ്ട്, അതുപോലെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ട്. അതൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് മെച്ചപ്പെടുത്താം. ഇനിയിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ സോഷ്യൽ സ്റ്റഡീസിന്റെ ടീച്ചർ ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾ കുട്ടികളോട് പറയാ, കുട്ടികളെ നിങ്ങളെ ഇതിനു മുമ്പ് ഒരുപാട് ടീച്ചർമാര് സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ സോഷ്യൽ സ്റ്റഡീസ് എന്തിനാണ് അത് പഠിപ്പിക്കുന്നത്? അത് എന്ത് സബ്ജക്റ്റ് ആണ്? എന്റെ ചെറുപ്പകാലത്ത് എനിക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സബ്ജക്ട് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല. ഇനി നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, കുട്ടികൾ നിങ്ങളിൽ ആർക്കൊക്കെയാണ് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ലാത്തത്? സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോറിംഗ് സബ്ജക്ട് തന്നെയാണ്. അവർക്കതൊരു ഫോബിയ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ക്ലാസ്സിൽ അവർ ഒച്ചയെടുക്കും അല്ലെ? ചില കുട്ടികൾ പറയും ടീച്ചറെ എനിക്ക് ഇഷ്ടമാണ്, മറ്റു കുട്ടി പറയും ടീച്ചറെ എനിക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഓരോ കുട്ടികളും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയും. ക്ലാസ്സിൽ ഒച്ചയുണ്ടാവും. അപ്പൊ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന, നിങ്ങളുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ടീച്ചർ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലാസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് അവർ ശ്രദ്ധിക്കും, പരിശോധിക്കും. അപ്പൊ പഠിത്തത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആണ്
പ്രത്യേകിച്ച് മാനേജ്മെന്റിനൊക്കെ ക്ലാസ് റൂം ഡിസിപ്ലിൻ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുട്ടികളോട് പറയുക, സ്റ്റുഡൻസ് ലിസൺ, whenever I am going to ask the question, just raise your hands, don't give me answers this way. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ കുട്ടികളോട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട്, നോ ലീനിയൻസി നോ സ്മൈൽ, വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കുട്ടികളോട് പറയുക. അതിനുശേഷം ചെറിയൊരു ചിരിയോടെ, ഈസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്താല് ക്ലാസ് കൺട്രോളിന്റെ കാര്യത്തിൽ നിങ്ങൾ ഓക്കെ ആണെന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും. കുട്ടികൾക്ക് തോന്നും ടീച്ചർ സ്ട്രിക്റ്റ് ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്കും മിക്ക കുട്ടികളും സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് കൈ പൊക്കിയിട്ടുണ്ടാവും. ഇറ്റ് മീൻസ് മാക്സിമം ഓഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സോഷ്യൽ സ്റ്റഡീസ്, റൈറ്റ്? വീണ്ടും നിങ്ങൾ കുട്ടികളോട് പറയുകയാണ്, എനിക്കും ഈ സബ്ജക്ട് തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആണ്, ഇത് പഠിക്കുമ്പോഴാണ് എനിക്ക് എപ്പോഴും കൂടുതൽ ഉറക്കം വരാറ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുക വഴി നിങ്ങൾ കുട്ടികളുമായിട്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഈ സബ്ജക്ട്, അതായത് സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്ട് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റായി മാറിയത് എങ്ങനെയെന്ന കഥ നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ടീച്ചർമാരെ, നിങ്ങൾ ഈ കഥ കേട്ടിട്ട്, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നിങ്ങൾക്കും സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമില്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചർമാർക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമായോ എന്നുള്ള കാര്യം ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾ കുറച്ച് കുട്ടികളെ എഴുന്നേൽപ്പിച്ച് നിർത്തുക. നിങ്ങൾക്ക് ഒരു കുട്ടിയുടെയും പേരറിയില്ല. അപ്പൊ കുട്ടികളെ നിങ്ങൾ മോനെ മോളെ എന്ന് തന്നെ വിളിക്കണം. കുട്ടികളെ നിങ്ങൾ മോനെ എന്നോ മോളെ എന്നോ വിളിക്കാൻ ഒരു മടിയും കാണിക്കരുത്. നിങ്ങൾ അതൊരു സ്വഭാവമാക്കിയിട്ട് തന്നെ മാറ്റണം. കാരണം അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നിങ്ങളോട് ഒരു നല്ല കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ഓരോ കുട്ടിയെയും വിളിച്ച് ആ കുട്ടിയോട് ചോദിക്കുക, മോനെ നീ എന്തുകൊണ്ടാണ് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ആ കുട്ടി പറഞ്ഞ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ബോർഡിൽ എഴുതിയിടുക. അതുപോലെ 3-4 കുട്ടികളോട് നിങ്ങൾ അങ്ങനെ ചോദിച്ചിട്ട് ആ പോയിന്റ്സ് ഒക്കെ ബോർഡിൽ എഴുതിയിടുക. അപ്പോൾ നിങ്ങളിപ്പോ ടീച്ചർമാർ വിചാരിക്കുന്നുണ്ടാവും, അപ്പോ എന്നെ ഒബ്സർവ് ചെയ്യുന്ന ടീച്ചർ വിചാരിക്കുന്നുണ്ടാവില്ലേ, ഈ ടീച്ചർ എന്താ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിപ്പിക്കാത്തത് എന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ എന്ന് നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവാം. പഠിപ്പിക്കാൻ നമുക്ക് ഏത് ടോപ്പിക്കും എടുക്കാലോ. ഇപ്പൊ സോഷ്യൽ സ്റ്റഡീസിന്റെ ഇമ്പോർട്ടൻസ് തന്നെ എടുക്കാലോ. ഇവിടെ കുട്ടികൾ സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരെങ്ങനെ ഒരു പർട്ടിക്കുലർ ടോപ്പിക് പഠിപ്പിക്കും? അതുകൊണ്ട് കുട്ടികൾക്ക് നമ്മൾ ആദ്യം എന്റെ സബ്ജക്ട് എന്താണ്, എന്തിനാണത് പഠിക്കുന്നത് എന്ന ഒരു അവബോധം ആദ്യം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പിന്നീട് നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസിൽ ഹിസ്റ്ററി എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? അപ്പൊ ചില കുട്ടികൾ പറയും, അത് ടീച്ചറെ അതിൽ ഒരുപാട് ഡേറ്റ്സ് ഉണ്ട് അല്ലെ, കുറെ ഡേറ്റുകൾ ഓർമ്മിക്കാനുണ്ട്, ഞങ്ങൾക്ക് അതൊക്കെ ഓർമ്മിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് എനിക്ക് ഹിസ്റ്ററി ഇഷ്ടേ അല്ല പഠിക്കാൻ എന്നവർ പറയും. പിന്നെ വേറെ ചില കുട്ടികൾ പറയും, ടീച്ചറെ ഈ മരിച്ചു മണ്ണടിഞ്ഞു പോയവരെ കുറിച്ച് പഠിച്ചിട്ട് എന്ത് കാര്യം, നമ്മൾ അവരെ കുറിച്ച് എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി എൻവയോൺമെന്റ് ആയിട്ടുണ്ടാവും. കാരണം കുട്ടികൾ ഉത്തരം പറയാൻ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. എന്തായാലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടാവും ഇതിനെ കുറിച്ചിട്ട്. പിന്നെ അതുപോലെ ചിരിക്കുന്നുണ്ടാവും അല്ലെ, എന്തുകൊണ്ടാണ് ഹിസ്റ്ററി എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അതായത് ഒരു മുൻപരിചയവും ഇല്ലാത്ത ഒരു ടീച്ചറെ കേൾക്കാൻ അവരിപ്പോ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ കുട്ടികൾക്ക് സോഷ്യൽ സ്റ്റഡീസ് ഇഷ്ടമല്ലാത്ത പോയിന്റ്സ് നിങ്ങൾ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ വകയും കുറച്ച് പോയിന്റ്സ് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുക. പിന്നീട് നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ജിയോഗ്രഫി ഇഷ്ടമല്ലാത്തത്? കുട്ടികൾ പറയും, എന്തിനാ വെറുതെ മറ്റു രാജ്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത്, എന്തിനാ അവിടുത്തെ കാലാവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനാണ്, നമ്മൾ എന്തിനാ വെറുതെ അതൊക്കെ പഠിക്കുന്നത്? അപ്പൊ നിങ്ങൾ കുട്ടികളോട്, ശരിയാണ്, നമ്മളിപ്പോ ഡൽഹിയിലെ കാര്യങ്ങൾ അല്ലെ, അവിടുത്തെ ക്ലൈമറ്റും അതുപോലെ അവിടെയുള്ള കാര്യങ്ങളും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കുന്നതിന് പകരം നമുക്കത് നേരിട്ട് പോയിട്ട് പഠിച്ചാൽ നല്ല രസമായിരിക്കില്ല അല്ലെ? അപ്പൊ കുട്ടികൾ തീർച്ചയായിട്ടും എസ് എന്ന് പറയും. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് എക്കണോമിക്സ് ഇഷ്ടപ്പെടാത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടികളോട് ഒന്ന് ജസ്റ്റ് ചോദിക്കുക. എന്നിട്ട് നിങ്ങൾ കുട്ടികളോട് പറയാം, കുട്ടികളെ ഞാനും നിങ്ങളോട് 100% യോജിക്കുന്നുണ്ട്, എന്റെ ചെറുപ്പകാലത്ത് എനിക്കും ഈ സബ്ജക്ട് തീരെ ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞങ്ങൾ ഫാമിലി ഡൽഹി കാണാൻ വേണ്ടി പോയി. അവിടെ ഞങ്ങൾ ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി ഭവനും ഒക്കെ കണ്ടു. ഞാൻ സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുന്നതിൽ വളരെ പിന്നിലായിരുന്നല്ലോ. എനിക്ക് ജസ്റ്റ് പാസ് മാർക്ക് മാത്രമേ ആ സബ്ജക്റ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതേസമയം എന്റെ ബ്രദറിന് സോഷ്യൽ സ്റ്റഡീസ് വളരെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഡൽഹിയിൽ പോയി ഇന്ത്യ ഗേറ്റ് ഒക്കെ കാണുമ്പോൾ ഞാനൊന്നും മിണ്ടാതിരിക്കും. പക്ഷെ എന്റെ ബ്രദർ ഉണ്ടല്ലോ, അവൻ ഈ ഇന്ത്യ ഗേറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ വർണ്ണിച്ചു കൊടുക്കുന്നത് കണ്ടു. എനിക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നു. അതുപോലെ പാർലമെന്റ് ഹൗസിനെ കുറിച്ചും ഒക്കെ അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഡൽഹിയിലെ കാലാവസ്ഥ മാറിയത്.
മഴ പെയ്യാൻ തുടങ്ങി. അപ്പോ ഈ മഴ 2-3 ദിവസം നീണ്ടു നിൽക്കും. പിന്നെ ഈ മഴ ഇങ്ങനെ പെട്ടെന്ന് ഇപ്പൊ പെയ്യാനുള്ള കാരണം ഇതൊക്കെ എന്റെ ബ്രദറ്, എന്റെ അച്ഛനും അമ്മക്കും എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് അവന്റെ ചേച്ചി, പക്ഷെ എനിക്കൊന്നും അറിയില്ല. ഇവനിങ്ങനെ ഓരോ കാര്യത്തിനെ കുറിച്ചും അച്ഛനോടും അമ്മയോടും വിവരിച്ചു പറയുന്നത് കേട്ട് ഞാൻ ആകെ ഷോക്കായി പോയി. അപ്പൊ ഞാൻ മെല്ലെ അവന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, നിനക്ക് എങ്ങനെ ഇതൊക്കെ പറയാൻ പറ്റുന്നു, നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാം എന്ന് ഞാൻ അവനോട് ചോദിച്ചു. അപ്പൊ അവൻ പറഞ്ഞു, എന്റെ സോഷ്യൽ സ്റ്റഡീസിന്റെ ടീച്ചർ നല്ല ടീച്ചറാണ്, അവർ നന്നായിട്ട് പഠിപ്പിക്കും, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സബ്ജക്ട് നല്ല ഇഷ്ടമാണ്. പിന്നീട് വീട്ടിലെത്തിയിട്ട് ഞാൻ ആലോചിച്ചു, ഈ സോഷ്യൽ സ്റ്റഡീസ് ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ഒന്നും അല്ലല്ലോ. പിന്നീട് മനസ്സിലായി, നമുക്ക് ചുറ്റും നടക്കുന്ന സകല കാര്യങ്ങളും വരുന്നത് ഈ സോഷ്യൽ സ്റ്റഡീസിനുള്ളിലാണ്. ഈ ലോകത്തിലും അതുപോലെ നമുക്ക് ചുറ്റും നടക്കുന്ന പുതിയ പുതിയ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കേണ്ടത് ഈ സബ്ജക്റ്റിലൂടെ തന്നെയാണ്. അപ്പൊ കുട്ടികളെ, നമ്മൾ നമ്മുടെ സോഷ്യൽ സ്റ്റഡീസ് പീരീഡിൽ ഈ വക കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിന്ന് നമ്മുടെ രാജ്യത്തിൽ ഏതൊക്കെ സ്ഥലത്താണ് നമുക്ക് കറങ്ങാൻ പോകാൻ പറ്റിയ സ്ഥലം എന്നുള്ളത് നോക്കാം. നമുക്ക് 29ഓളം സ്റ്റേറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ ഓരോ സ്റ്റേറ്റിലുമുള്ള കൾച്ചറും ലാംഗ്വേജും ഡ്രസ്സും ഒക്കെ വ്യത്യസ്തമാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയണ്ടേ? പിന്നെ നിങ്ങൾ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമല്ലേ? തീർച്ചയായിട്ടും അവര് യെസ് എന്ന് പറയും. അപ്പൊ ശരി, നമുക്ക് ഓരോ ദിവസം ഓരോ സ്റ്റേറ്റിൽ കറങ്ങാൻ വേണ്ടി പോകാം. പക്ഷേ ഒരുപാട് പൈസ ചെലവാക്കിയിട്ട് നമുക്ക് ഇപ്പോ അങ്ങനെ പോകാൻ പറ്റുമോ? ഇല്ല അല്ലെ? പിന്നെ നിങ്ങളുടെ പേരൻസും വിടില്ല, മാനേജ്മെന്റും സമ്മതിക്കില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ പോകും? എങ്ങനെയാണെന്നല്ലേ? ഇന്റർനെറ്റിന്റെ സഹായത്തോടെ സ്മാർട്ട് ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളെ ഓരോ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നമ്മൾ ലോകരാജ്യങ്ങളിലേക്ക് പോകും. പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പേരൻസിന്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് രസമായിരിക്കും. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ഈ സ്ഥലത്തെ വെതർ കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇവിടുത്തെ ആളുകളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഇവിടുത്തെ ഫുഡ് ഇങ്ങനെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പേരൻസിന് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. അപ്പൊ കുട്ടികളെ, ഇനി നിങ്ങൾ പറ, ഇങ്ങനെയൊക്കെ പഠിക്കുമ്പോ ഈ സോഷ്യൽ സ്റ്റഡീസ് എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റ് ആണോ? അല്ല അല്ലെ? ഒരിക്കലും അല്ല. നമുക്ക് ചുറ്റും നടക്കുന്ന കുറെ കാര്യങ്ങൾ, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ അറിയുന്നു എന്ന് മാത്രം. ഇപ്പോ മഴ എന്തുകൊണ്ടാണ് പെയ്യുന്നത്? മഴ പെയ്യാൻ എന്തൊക്കെ ഘടകങ്ങൾ വേണം? ഉഷ്ണകാലവും മഴക്കാലവും ഒക്കെ മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വരാറില്ലേ കുട്ടികളെ? അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ എന്തിനാണ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യം? വാട്ട് ഈസ് വാട്ടർ സൈക്കിൾ? ഇതും നിങ്ങൾ ബൈഹാർട്ട് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ 4ാം ക്ലാസ് മുതലേ വാട്ടർ സൈക്കിൾ എന്താണെന്ന് പരിചയപ്പെടുന്നുണ്ട്. അത് 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ സയന്റിഫിക് ഫണ്ടമെന്റൽ റീസൺ എന്താണെന്ന് ഒരു തവണ അറിഞ്ഞാൽ മതി. കണ്ടൻസേഷൻ, പ്രിസിപ്പിറ്റേഷൻ, വാട്ടർ സൈക്കിൾ ഇതൊക്കെ ഒരു തവണ നമ്മൾ തലയിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും വർഷം തോറും ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളുടെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അത് സോഷ്യൽ സ്റ്റഡീസുമായിട്ട് കണക്ട് ചെയ്യുക. എനിക്ക് പ്രധാനമന്ത്രിയാകണം. എങ്ങനെയാണ് പ്രധാനമന്ത്രി ആവുക? എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി ആകാൻ വേണ്ടത്? ഇതിനെപ്പറ്റി ഒരു തവണ അറിയാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ. ടീച്ചർ, എന്റെ അമ്മയും അച്ഛനും വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പൊ മോനെ, നീ എന്താ വോട്ട് ചെയ്യാൻ പോകാത്തത്? എന്താ അതിന്റെ കാരണം? ഇതിന്റെ ഉത്തരം ഈ സബ്ജക്റ്റിൽ നിന്നേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതൊരു സബ്ജക്ട് മാത്രമായിട്ട് നിങ്ങൾ കാണാൻ പാടില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയാലോ. 18 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ ഉത്തരം നിങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസ് എന്ന സബ്ജക്റ്റിലൂടെ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ടീച്ചറെ, ഞാൻ എന്തിനാ കഴിഞ്ഞ യുദ്ധങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്? പണ്ടത്തെ ആളുകള് എങ്ങനെ യുദ്ധം ചെയ്തിരുന്നത്, അവരെന്തൊക്കെ പിടിച്ചടക്കിയത്, ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെയാണ് യുദ്ധം ചെയ്യുന്നത്, അതിനേക്കാളും പണ്ടത്തേനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ എന്തിനാ ഇപ്പൊ യുദ്ധം? എന്താ കാരണം? ഇപ്പൊ എന്തിനാ ഇതൊക്കെ പിടിച്ചടക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുക എന്നുള്ളത് ഒരു ബോറിംഗ് ആയ കാര്യമാണോ? അപ്പൊ പിന്നെ നിങ്ങൾ പറ, ഈ സോഷ്യൽ സ്റ്റഡീസ് എങ്ങനെ ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആവുക? നിങ്ങൾ ഇത് വെറും ബുക്കിൽ നോക്കി ബൈഹാർട്ട് പഠിക്കുന്നതുകൊണ്ടാണ് ഈ സബ്ജക്ട് നിങ്ങൾക്ക് ഒരു ബോറിംഗ് സബ്ജക്റ്റ് ആയിട്ട് തോന്നുന്നത്. ഇപ്പോഴത്തെ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു ബോറിംഗും ഉണ്ടാവില്ല. അപ്പൊ കുട്ടികളെ, ഇനി നിങ്ങൾ പറ, നിങ്ങൾ ആരൊക്കെയാണ് സോഷ്യൽ സ്റ്റഡീസ് പഠിക്കാൻ റെഡി ആയിട്ടുള്ളത്? ആരൊക്കെയാണ് ലോകം മുഴുവൻ കറങ്ങാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത്? ഓരോ സ്ഥലത്തും എന്ത് തരത്തിലുള്ള സാധനങ്ങൾ കിട്ടും, എന്ത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ, അതുപോലെ എന്ത് തരത്തിലുള്ള ഡ്രസ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയണ്ടേ? കറങ്ങാൻ പുതിയ പുതിയ സ്ഥലങ്ങൾ, ഓരോ സ്ഥലത്തെയും പാസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ്. പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഥകള്, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് കഥകള്.
നിങ്ങൾ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ ബോറിംഗ് തന്നെയാണ്. പക്ഷെ കഥ കേൾക്കാൻ നല്ല രസമല്ലേ എല്ലാവർക്കും? ഇത്രയൊക്കെ പറഞ്ഞതിന് ശേഷം ഇനി നിങ്ങൾ ടീച്ചർമാരെ ഒരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ചെറിയ രീതിയിൽ തയ്യാറാക്കി അത് കുട്ടികളെ പഠിപ്പിക്കാം. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു രീതിയിൽ ഇത്രയൊന്നും സമയം എടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ സമയത്തിന്റെ ഉള്ളിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് കുട്ടികളെ കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നവര് നിങ്ങളുടെ ആ ടീച്ചിങ് സ്റ്റൈല് തീർച്ചയായിട്ടും അവർ അപ്രീഷിയേറ്റ് ചെയ്യും. അതായത് പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളുടെ സബ്ജക്ട് പഠിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് നിങ്ങൾ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ആരും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡി ആവില്ല. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാം, കാരണം ഒരുപാട് ലെങ്ത് ഉള്ള വീഡിയോ ആണ്. പക്ഷെ എന്നിരുന്നാലും ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് പിന്നെ നിങ്ങളുടെ ഐഡിയയും വെച്ച് ഒരു നല്ല ഡെമോ ക്ലാസ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.